അയ്യപ്പ ഭക്തൻ എന്നുള്ള നിലയ്ക്ക് ഈ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ ഒട്ടും തൃപ്തനല്ല. ചന്തുവിന് ഇതിനകത്തുള്ള ഉള്ളുകള്ളികൾ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് യുവർ ഫുഡ്. ആദ്യം തന്നെ ഞാൻ പറയാം, നമ്മുടെ പോലീസ് ഓഫീസേഴ്സ്, ആ രണ്ട് ADGP ആൻഡ് ശശിധരൻ ISP, ഇവർ രണ്ടുപേരുടെയും ഉദ്ദേശശുദ്ധിയൊന്നും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. പക്ഷേ ഒരു കാര്യം പറഞ്ഞേ പറ്റൂ, കൂട്ടിലടച്ച തത്തയാണവർ, തത്തകളാണ്. ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വന്നാൽ ഇവരുടെയിലൊക്കെ ഭയങ്കര പൈസയാണ്. ദേ ആർ ഫിൽത്തി റിച്ച്, ഈ പെർപെട്രേറ്റേഴ്സ്. അപ്പോൾ അവർക്ക് നല്ല പ്രോപ്പർ അഡ്വൈസ് കൊടുക്കാൻ ഇവിടെ നല്ല ലോയേഴ്സുണ്ട്. അപ്പോൾ അവരുടെ ഉപദേശപ്രകാരം ഇയാളുടെ ശരീരത്തെ തൊടുകയോ ഇയാളെ കണ്ണൊഴിപ്പിച്ച് പേടിപ്പിക്കുകയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തോ സംതിങ് ഈസ് ഫിഷി. ഈ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യാം. ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്, ചെയ്യേണ്ട വിധത്തിൽ ചെയ്യണം ഓരോ കാര്യങ്ങൾ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ ഞാൻ കസേരയിലിരുന്ന് ഇങ്ങനെ നിരീക്ഷിക്കാനേ പറ്റൂ. പോലീസിൻ്റെ ഭയങ്കരമായ പവറാണ്, പ്രൊറോഗേറ്റീവാണ് ഇൻവെസ്റ്റിഗേഷൻ. നോ ജഡ്ജ് ക്യാൻ സേ യു ഡു ദാറ്റ്, ഡു ദിസ്, യു ക്വസ്റ്റ്യൻ ദാറ്റ് ഫെലോ, യു ഡോണ്ട് ക്വസ്റ്റ്യൻ ദാറ്റ് ഫെലോ എന്ന് ഒരു ജഡ്ജിയും പറയില്ല. നമസ്കാരം. ശബരിമല വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ തവണ നമ്മൾ ഒരു സംവാദം നടത്തിയിരുന്നു. ദേവസ്വം ബോർഡിൻ്റെയും അതോടൊപ്പം തന്നെ ശബരിമലയിലെയും ചീഫ് വിജിലൻസ് ഓഫീസറായി റിട്ടയർ ചെയ്ത ഗോപാൽകൃഷ്ണൻ IPS ആയിരുന്നു അത്. ഒരുപക്ഷെ അദ്ദേഹം പുറത്തുവിട്ട കാര്യങ്ങൾ ഞെട്ടലുളവാക്കുന്നതായിരുന്നു. സമൂഹ മാധ്യമങ്ങൾ അത് കൈയടിച്ച് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അത്ഭുതത്തോടെയാണ് അത് കേട്ടിരുന്നത്. നിരവധി കമൻറ്റുകളും നിരവധി അഭിപ്രായങ്ങളും അതിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇന്ന് അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ പറയാനാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഗോപാൽകൃഷ്ണൻ IPS നമുക്കറിയാം, 38 വർഷം പോലീസിൽ വിവിധ തസ്തികകളിൽ ജോലി ചെയ്ത് പരിചയസമ്പന്നത നേടി IPS പട്ടം കിട്ടിയ ആളാണ്. മാത്രമല്ല ശബരിമലയിൽ വളരെ കുറച്ചു കാലമാണ് ചീഫ് വിജിലൻസ് ഓഫീസറായിട്ടിരുന്നത്. അക്കാലം അദ്ദേഹം മികച്ച രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്ക് ചോദിക്കാം. സാർ നമസ്കാരം. വന്ദേ മാതരം. സാർ, എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കഴിഞ്ഞ തവണത്തെ അങ്ങയുടെ ആയിട്ടുള്ള ആ സംസാരം അല്ലെങ്കിൽ സംവാദം കൂടുതൽ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും അതിൽ ഒരുപാട് കമൻറ്റുകൾ നമുക്ക് ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ മറ്റൊരു ചാനൽ വഴി അല്ല മറ്റൊരു മേഖലയിലൂടെ ഈ അന്വേഷണം അവിടെ പുരോഗമിക്കുകയാണ്. അറസ്റ്റ് നടന്നിരിക്കുന്നു, കൂടുതൽ പേര് കൊടുങ്ങുമെന്നുള്ള ഒരു ഖ്യാതിയിലേക്ക്, അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് പോവുകയാണ്. അങ്ങ് എങ്ങനെയാണ് ഈ അന്വേഷണത്തെ ആദ്യം കാണുന്നത്? സംതൃപ്തനാണോ? കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ളൊരു ആശ, അങ്ങക്ക് ആശാകിരണം ലഭിക്കുന്നുണ്ടോ? ചന്തു, വളരെ സങ്കടകരം എന്ന് വിശേഷിപ്പിച്ചേ പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാത്രമല്ല അങ്ങനെ ഒരു വികാരമുള്ളത്. കടുത്ത ശബരിമല ധർമ്മശാസ്താവിൻ്റെ ഒരു ഭക്തൻ എന്ന നിലയിലും മാത്രമല്ല ഇന്ത്യയിലുള്ള മറ്റുള്ള സ്റ്റേറ്റുകളിലുള്ള ധർമ്മശാസ്താവിൻ്റെ, ശബരിമല ധർമ്മശാസ്താവിൻ്റെ കോടിക്കണക്കിന് വരുന്ന ഭക്തന്മാരുടെ വികാരത്തെ മാനിച്ചും, ഇത് ചിലരായിട്ടൊക്കെ എനിക്ക് ബന്ധമുണ്ട്. അപ്പോൾ പലരുമൊക്കെ അവരുടെ വിചാരം ഞാനിപ്പോഴും ഇവിടെ സർവീസിലുണ്ടെന്നാണ്. അപ്പോൾ അവരൊക്കെ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് എങ്ങനെയാണെന്നൊക്കെ. ഇപ്പോൾ ചന്തു ചോദിച്ചത് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ട് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാം, നമ്മുടെ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. ഇന്ന ആൾ അറസ്റ്റ്, ഉണ്ണികൃഷ്ണൻ അറസ്റ്റ്, മറ്റവൻ അറസ്റ്റ്, ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇതുപോലുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. എന്താണ് അവർ അവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രഹസ്യ സ്വഭാവമുള്ളതാണ്, അത് കിട്ടാൻ നിവൃത്തിയില്ല. ഒരു പക്ഷേ എൻ്റെ ഈ കൺസേൺ, അല്ലെങ്കിൽ ഞങ്ങൾ ശബരിമല ധർമ്മശാസ്താവിൻ്റെ ഭക്തരുടെ എല്ലാവരുടെയും കൺസേൺ ചിലപ്പോൾ ആസ്ഥാനത്തായിരിക്കാം, അവർ നേരാമണ്ണം അന്വേഷിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ ഒരു എന്താ പറയുന്ന കാഴ്ചപ്പാടിൽ, എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അത്ര നല്ല കാര്യങ്ങളല്ല നമുക്ക് ആശിക്കാനായിട്ട് ഈ ഇൻവെസ്റ്റിഗേഷനിൽ. നമുക്ക് ഇൻവെസ്റ്റിഗേഷനേക്കാളും ഉപരി
ഇതൊരു 10 വർഷത്തിന് ശേഷം ഈ കേസ് കോടതിയിൽ വരുമ്പോൾ ഈ കൊള്ള നടത്തിയവന്മാർ, അമ്പലക്കൊള്ള നടത്തിയവന്മാർ നിയമത്തിൻ്റെ മുമ്പ് കൊണ്ടുവന്ന് ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്നാണ് ഇപ്പോൾ എന്നെപ്പോലുള്ള ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മറ്റേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛൻ പോറ്റി ഇവരെല്ലാം അറസ്റ്റ് ചെയ്തു, ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, റിമാൻഡ് ചെയ്തു. ഇതിലൊന്നും യാതൊരു താല്പര്യമില്ല. അങ്ങ് ഒരു പോലീസ് ഓഫീസറായിരുന്നു, ഞാൻ പറഞ്ഞ പോലെ നേരെ നിരവധി തസ്തികകൾ ഇരുന്നുണ്ട്. അതുകൊണ്ട് അതിനൊരു പ്രൊസീജിയർ രീതി ഉണ്ടല്ലോ. അത് നമുക്ക് ചാടിക്കേറി ഓരോളെ അറസ്റ്റ് ചെയ്താൽ കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു എന്നുള്ളത്, അതിന് ഒരു നിയമപരമായ കുറേ കാര്യങ്ങളുണ്ട്. ആ പാതയിലൂടെ സഞ്ചരിച്ച് മാത്രമേ ഈ അന്വേഷണം പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ SIT അന്വേഷിക്കുകയാണ്. 2 അറസ്റ്റ് നടന്നിരിക്കുന്നു. മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? ഇത് ശരിയായ രീതിയിലാണ്, അങ്ങേക്ക് തൃപ്തിയുണ്ടോ? ഇതെന്ത് മേഖലയിലേക്ക്, ഈ അന്വേഷണം ഏത് മേഖലയിലേക്ക് ചെന്നെത്തും എന്നുള്ള കാര്യത്തിൽ അങ്ങേക്ക് തൃപ്തിയുണ്ടെന്നാണ് ചോദ്യം. ചന്തു, ഞാൻ അതിലേക്കാണ് വരുന്നത്. നിങ്ങൾ ഇടയ്ക്ക് ചോദിച്ചാൽ നന്നായി, ചിലപ്പോൾ ഞാൻ പോയിന്റ് വിട്ടുപോകും. ഞാൻ തൃപ്തനല്ല, ഒട്ടും തൃപ്തനല്ല. അയ്യപ്പ ഭക്തൻ എന്നുള്ള നിലയ്ക്ക് ഇവരുടെ ഇൻവെസ്റ്റിഗേഷൻ, ഈ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ ഒട്ടും തൃപ്തനല്ല. അതിന് നിരവധി കാരണങ്ങളുണ്ട്. നമ്മൾക്ക് ഒരു കാര്യം പല വിധത്തിൽ ചെയ്യാം, പല വിധത്തിൽ. ഇപ്പോൾ ഞാൻ ക്രിട്ടിസൈസ് ചെയ്ത് പറയല്ല, ബട്ട് ഐ സീരിയസ്ലി ഡൗട്ട് ദ ഓണസ്റ്റ് ഇൻറ്റൻഷൻ ഓഫ് ദ SIT and their endeavor, the sincere endeavor to get the perpetrators prosecuted. അതിലെനിക്കൊരു ബലമായ സംശയമുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവം, എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള ഇതാണ് ഞാൻ പറയുന്നത്. അല്ല, അത് അങ്ങ് ഈ ഒരു SIT അപമാനിക്കുന്ന അല്ലെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥരെ തരം താഴ്ത്തി കാണിക്കുന്നില്ല. അങ്ങ് എന്ത് അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങളിലേക്ക് വരണം, അല്ലാതെ ചുമ്മാ ഒരു കണ്ണുമടച്ച് എതിർത്തുകൊണ്ട് കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്നത് വളരെ കറക്റ്റാണ്. ഞാൻ അങ്ങനെ അപമാനിക്കാൻ ശ്രമിക്കുകയല്ല. ഈ ഉദാഹരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഞാൻ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തു. നിങ്ങൾ ആ സീക്വൻസ് അനുസരിച്ച് നോക്കിയാൽ ഇന്നലെ അറസ്റ്റ് ചെയ്തു മുരാരി ബാബുവിനെ. അറസ്റ്റ് ചെയ്തെന്ന് ഇത് കൊടുത്താൽ, സ്ക്രോൾ കൊടുത്താൽ, മീഡിയയ്ക്ക് കൊടുത്താൽ 24 മണിക്കൂറിനകത്ത് നമ്മുടെ പ്രൊസീജിയർ കോഡ് ഇന്ത്യൻ നിയമം പ്രകാരം അതായത് അന്വേഷണത്തിന് വിട്ടിരിക്കുകയാണ്, അതായത് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്, ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. അതാണ് ചെയ്യേണ്ട രീതി, പ്രൊസീജിയർ അതാണ് തന്നെയാണ്. ചന്തുവിന് ഇതിനകത്തുള്ള ഉള്ളുകള്ളികൾ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് യുവർ ഫുഡ്. അത് ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഇവിടുത്തെ ജഡ്ജിമാർക്കും അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സിനും മാത്രം അറിയാവുന്ന സംഗതികളാണ്. ഈവൻ മീഡിയയ്ക്ക് പോലും അതിനെപ്പറ്റി പിടിയുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. എന്താണ് പറയണം? അതെ, ഐ എം കമ്മിങ് ടു ദാറ്റ്. അതായത് ഇയാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തു 24 മണിക്കൂറിനകത്ത് ഇയാളെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. എത്ര ദിവസം, 15 ദിവസം പോലീസ് കസ്റ്റഡിയിലോട്ട് തന്നാലും അയാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വന്നാൽ ഇവരുടെ കയ്യിലൊക്കെ ഭയങ്കര പൈസയാണ്. ദേ ആർ ഫിൽത്തി റിച്ച്, ഈ പെർപെട്രേറ്റേഴ്സ്, കള്ളന്മാർ. അപ്പോൾ അവർക്ക് നല്ല പ്രോപ്പർ അഡ്വൈസ് കൊടുക്കാൻ ഇവിടെ നല്ല ലോയേഴ്സുണ്ട്. അപ്പോൾ അവരുടെ ഉപദേശപ്രകാരം ഇയാളുടെ ശരീരത്തെ തൊടുകയോ ഇയാളെ കണ്ണൊഴിപ്പിച്ച് പേടിപ്പിക്കുകയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോലീസ് വിളിച്ചിരുത്തി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇത് നീ എന്നിട്ട് എന്തോ ചെയ്തു, നീ എവിടെ കൊണ്ടുപോയി സ്വർണം, എങ്ങനെയാണ് സ്വർണം ഉരുക്കിയത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആര് പറഞ്ഞിട്ടാണ് ഇത് കൊണ്ടുപോയത്? അല്ലല്ല, അത് പറഞ്ഞാലേ അത് പ്രേക്ഷകർക്ക് മനസ്സിലാവുള്ളൂ ക്ലിയർ ആയിട്ട്. കാലതാമസം ഉണ്ടാവും, മറ്റുള്ളവരിലേക്കും അന്വേഷണം പോകും. അതൊന്നും അല്ല. നമുക്ക് അറിയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിയുന്ന കാര്യം, മുൻ ദേവസ്വം ബോർഡിന്റെ ഉന്നതരെ 2 പേരെ ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്ക് പോലീസ് പോവുകയാണ്. ഇതല്ലേ അതിന്റെ രീതി? എൻ്റെ ചന്തു, അത് ഞങ്ങളുടെ പ്രൊഫഷണലായിട്ടുള്ള ചില സീക്രട്സാണ്. അത് എനിക്ക് പ്രേക്ഷകരുമായിട്ട്
ഷെയർ ചെയ്യാൻ എനിക്കൊരു മടിയുമില്ല. അത് പ്രേക്ഷകർ അറിയട്ടെ ഇതാണ് ഇവിടെ നടക്കുന്നതെന്ന്. ആദ്യം തന്നെ ഞാൻ പറയാം, നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് ആ രണ്ട് ADGP ആൻഡ് ശശിധരൻ ISP, ഇവർ രണ്ടുപേരുടെയും ഉദ്ദേശശുദ്ധിയൊന്നും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. പക്ഷേ ഒരു കാര്യം പറഞ്ഞേ പറ്റൂ, കൂട്ടിലടച്ച തത്തയാണവർ, തത്തകളാണ്. കൂട്ടിലടച്ച തത്ത. അതാ അതുകൊണ്ട് ഇടപെട്ടുകൊണ്ട് ചോദിക്കുകയാണ്, അങ്ങാണ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ IPS ലെവലിൽ, അങ്ങാണ് ഈ അവസരത്തിൽ ഇത് അന്വേഷിക്കുന്നത്, എന്ത് ചെയ്യാൻ പറ്റും? ശരി, ഞാൻ എന്ത് ചെയ്യുമെന്ന്. അതിനേക്കാളും നല്ലത് പിന്നെ ഞാനൊരു ഉത്തരവാദപ്പെട്ട അധികാര സ്ഥാനം, നോട്ട് ഇൻ ADGP ഓർ DIG, ഒരു അധികാരപ്പെട്ട സ്ഥാനത്ത് ഞാൻ ഇരുന്നിരുന്നെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ ഉചിതമായിരുന്നു. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, അല്ല ഉണ്ണികൃഷ്ണൻ, ഞാൻ പോറ്റി എന്ന് പറയില്ല, ഉണ്ണികൃഷ്ണൻ, ഈ ഉണ്ണികൃഷ്ണനെ മുരാരി ബാബുവിനെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് എന്തിനാണ് ഇത്ര വെപ്രോളപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നത്? ഈസ് അറസ്റ്റ് മാൻഡേറ്ററി ഫോർ എ കൺവിക്ഷൻ? ഇല്ല, ഒരിക്കലും അല്ല. പിന്നെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോളൂ, റിക്കവറി പോലുള്ള 20 cent റിക്കവറി പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അറസ്റ്റ് ചെയ്യുന്നതിന് ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ ഇയാളെ ഞാൻ അറസ്റ്റ് ചെയ്യില്ല. ഇയാളെ ഞാൻ വിളിച്ച് ഇയാളെ 10-12 ദിവസം ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോൾ അത് പ്രഷർ ടാക്ടിക്സാണ്, അത് ഇൻവെസ്റ്റിഗേഷൻ ഇൻട്രോഗേഷൻ ടെക്നിക്കാണ്. എന്തിനാണ് ഇത്ര വെപ്രാളം? അപ്പോൾ വെപ്രാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ എങ്ങനെയെങ്കിലും അറസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ പിന്നെ തീർന്നു, അയാളെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും കിട്ടില്ല അയാളുടെ നിന്ന്. ആ അറസ്റ്റിൻ്റെ അകത്തുള്ള ആ സംഗതിക്ക് കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഈ എന്തോ സംതിങ് ഈസ് ഫിഷി. ഈ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യാം. ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്, ചെയ്യേണ്ട വിധത്തിൽ ചെയ്യണം ഓരോ കാര്യങ്ങൾ. ഇയാളെ നിങ്ങൾക്ക് എൻഫോഴ്സ്മെൻറ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതും അല്ലെങ്കിൽ അത് എൻഫോഴ്സ്മെൻറ്റിന് തന്നെ എടുക്കാം, അവരുടെ ക്വസ്റ്റ്യൻ രീതി അറിയാമല്ലോ. ഞാൻ ആ രീതി തന്നെ ഞാൻ അവലംബിക്കുമായിരുന്നു. ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും ചാർജ് ഉണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്ക് പറയാനുള്ള കാര്യമാണ്, അങ്ങാണ് ഇൻവെസ്റ്റിഗേഷൻ ഈ പറയുന്ന രീതിയിലാണ് പോകുന്നതെങ്കിൽ ആരാണോ അവരിക്കുന്ന ഒരു SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അഴിച്ചു പണിയും. അങ്ങ് അതിൽ നിന്നും മാറിയിരിക്കും. ഏത് ഗവൺമെന്റ്, ഞാൻ ഇടതുപക്ഷ ഗവൺമെന്റിനെ പറയല്ല, കോൺഗ്രസ് ഗവൺമെന്റ് ആയാലും ശരി, വേറൊരു ഗവൺമെന്റ് ആയാലും ശരി, അതിനെ അങ്ങ് മാറ്റി നിർത്തും. വേറൊരു കുറച്ചുകൂടെ ശക്തമായ ഒരു SIT കൊണ്ടുവരും. അത്രയേ ഉള്ളൂ സംഭവിക്കാൻ പോകുന്നത്. നോക്കൂ, ഈ ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങൾ എന്താണ് ഈ SITയുടെ ഉദ്ദേശം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം. ഏത് ഗവൺമെൻറ്റാണ്, ഞാൻ ചന്തു പറഞ്ഞോട് യോജിക്കുന്നു. ഇടതുപക്ഷ ഗവൺമെൻറ്റോ BJP ഗവൺമെൻറ്റോ കോൺഗ്രസ് ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ് ആയാലും അമ്പലക്കൊള്ള തന്നെയാണ്. ഇന്ന ഗവൺമെൻറ് ഭരിച്ചെന്നും പറഞ്ഞ് വ്യത്യാസം വരും. അമ്പലക്കൊള്ള, ലൂട്ടിങ് ഓഫ് ദ ഫസ്റ്റ് ഓർഡർ, ആ രീതിയിൽ ചെയ്ത പെർപ്പട്രേറ്റേഴ്സിനെ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം ഞാൻ വിയോജിക്കുന്നത്, ഇവരെ ഒന്നും ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. യു കോൾ ഹിം, ഇൻ്റർവ്യൂ ഹിം ഫോർ ഡേയ്സ് ടുഗദർ ആൻഡ് അപ്ലൈ പ്രഷർ. ഇയാളെ നേരാമണ്ണം അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് ഇങ്ങനെ എന്താ പറയുക, അതിനൊരു വേർഡുണ്ട്, ഞാൻ മറന്നു. ഇങ്ങനെ കീപ്പ് ക്വസ്റ്റ്യനിങ്, കീപ്പ് ഇൻട്രോഗേറ്റിംഗ്, അപ്ലൈയിങ് ദ പ്രഷർ. ഒന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ പ്രഷർ ഒന്നും ചെലുത്താൻ പാടില്ല. വളരെ സാർ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ എന്ന് മുരാരി ബാബുവിൻ്റെ അടുത്ത് ചോദിച്ചു, അങ്ങനെയല്ല ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പം സമയമില്ല. അയാളെ ഒരു ദിവസം കസ്റ്റഡി എടുത്ത് അയാളെ അറസ്റ്റ് ചെയ്ത് ഉടൻ തന്നെ അങ്ങ് പ്രൊഡ്യൂസ് ചെയ്തു, റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ രക്ഷപ്പെട്ട് അഡ്വക്കേറ്റ് പറയും, ഇവിടെ ഇനി ഒന്നും പേടിക്കണ്ട, അവർക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഇയാളെ ഒരു 10 ദിവസം ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഒരു ദിവസം അപ്രതീക്ഷിതമായി 11ാമത്തെ ദിവസം ഇയാളെ അങ്ങ് അറസ്റ്റ് ചെയ്യുക. അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഞാനങ്ങനെ ചെയ്യുമായിരുന്നു. അത് ചെയ്തില്ല. അത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കും. ദ എഫക്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിപ്പോൾ എത്ര ദിവസമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് നടക്കുന്നതെന്നുള്ള കാര്യം അങ്ങ് വിസ്മരിക്കരുത്. ചന്തുവിന് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാനത് വീണ്ടും പറയുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ ഞാൻ കസേരയിലിരുന്ന് ഇങ്ങനെ നിരീക്ഷിക്കാനേ പറ്റൂ. കേസ് ഡയറി കൊണ്ടുവരുമ്പോൾ നോക്കി വായിക്കാം. ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്
കോമൺ ലോ പ്രകാരം, കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം, കോമൺ ലോ പ്രകാരം പോലീസിൻ്റെ ഭയങ്കരമായ പവറാണ്, പ്രൊറോഗേറ്റീവാണ് ഇൻവെസ്റ്റിഗേഷൻ. നോ ജഡ്ജ് ക്യാൻ സേ യു ഡു ദാറ്റ്, ഡു ദിസ്, യു ക്വസ്റ്റ്യൻ ദാറ്റ് ഫെലോ, യു ഡോണ്ട് ക്വസ്റ്റ്യൻ ദാറ്റ് ഫെലോ എന്ന് ഒരു ജഡ്ജിയും പറയില്ല. പിന്നെ എന്തിനാണ് എന്തിനാണ് ഈ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഫൗൾ പ്ലേ നിങ്ങൾ കാണിക്കുമെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഒന്നുകൂടെ അത് ക്ലിയർ ആക്കി തരാം. ഒരു നമ്പൂതിരി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ഒരു സെൻസേഷണൽ കേസ് നമ്മളിവിടെ ഉണ്ടായിരുന്നു. ഞാൻ പേര് പറയുന്നില്ല, എല്ലാവർക്കും അതറിയാം. അച്ഛനും മക്കളും എല്ലാം സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞു. ആ കേസിൽ ഒരു CBIയിൽ എൻ്റെ ജൂനിയർ ബാച്ചായ ഒരാൾ ഇൻവെസ്റ്റിഗേറ്റർ അന്വേഷിച്ചിട്ട് അതിനകത്തൊക്കെ ഭയങ്കര പ്രഷർ വന്നു. നാട്ടുകാർക്കെല്ലാം അറിയാം എന്താണ് നടന്നത്, ഞാനായിട്ടത് പറയേണ്ട കാര്യമില്ല. ആ കേസിൽ ഹൈക്കോർട്ടിലെ ജഡ്ജിൻ്റെ മുമ്പ് വന്നപ്പം ഹൈക്കോടതി ജഡ്ജിന് മനസ്സിലായി ഇവന്മാർ CBIക്കാർ കളിക്കുകയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഹൈക്കോടതി ജഡ്ജി റിജക്റ്റ് ചെയ്തു. 2-3 പ്രാവശ്യം ഈ ഫൈൻഡിങ് റിജക്റ്റ് ചെയ്തു. അവസാനം CBI എഴുതി കൊടുത്തു. അപ്പോൾ CBI എഴുതി കൊടുത്തില്ല, CBIയിലെ ലോയേഴ്സ് പറഞ്ഞു കൊടുത്തു, ഒരു കാര്യം ചെയ്യുക, ഹൈക്കോടതി വലിയ ശല്യമാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ ഇങ്ങനെ എഴുതി കൊടുക്ക് എന്ന് പറഞ്ഞല്ല. എനിക്ക് അവിടെ തന്നെ സോഴ്സ് ഉണ്ട്. അവിടെ നിന്ന് കിട്ടിയത് എനിക്ക് അങ്ങനെയാണ്. അതായത് ഇവർ എഴുതി കൊടുത്തതെന്ന് പറഞ്ഞാൽ, സാർ കണ്ടുപിടിച്ചു, കേസ് ഡയറി നോക്കിയപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് ഫൈൻഡിങ് പിന്നെ അച്ഛൻ നമ്പൂതിരി മകളെ ബലാത്സംഗം ചെയ്തിട്ട് പിന്നെ അച്ഛൻ അവക്ക് വിഷം കൊന്ന് കെട്ടിത്തൂങ്ങി എല്ലാവരും കൂടെ അങ്ങ് ആത്മഹത്യ ചെയ്തു. ജഡ്ജി പത്രത്തിൽ വന്നത് ഇങ്ങനെയാണ്, ജഡ്ജി പൊട്ടിത്തെറിച്ചു എന്നാണ്. അദ്ദേഹം പൊട്ടിത്തെറിച്ച എണീറ്റ് അടി കൊടുത്തില്ലല്ലോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാനാണെങ്കിൽ ചിലപ്പോൾ എണീറ്റ് അടി കൊടുക്കും, പിന്നെ അത് വേറെ കേസാവും എന്ന് എഴുതി കൊണ്ടുവന്നിരിക്കുകയാണ് CBIക്കാർ. കളിയാക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എന്തുകൊണ്ടങ്ങനെ CBI ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്. അതായത് ഹൈക്കോടതിക്ക് നിരീക്ഷിക്കാനേ പറ്റൂ. ഈ ഇൻവെസ്റ്റിഗേഷനിൽ ആത്മാർത്ഥത കാണിക്കാതെ കള്ളത്തരം കാണിച്ചാൽ ഹൈക്കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മുൻ ചീഫ് വിജിലൻസ് കമ്മീഷണർ ഗോപാൽ കൃഷ്ണനുമായിട്ടുള്ള സംവാദം തീർന്നിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിന് ഇനിയും പറയാനുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ.